ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ തൊടുപുഴയിലാണ്. ഇപ്പം സമയം 6:30 രാവിലെ. ഇപ്പം നമ്മൾ പോവാൻ പോകുന്നത് ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, അത്യാവശ്യം ഒരു കയറ്റമുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി. ഇതാണ് ക്ഷേത്രം. അപ്പോൾ ഇതാണ് ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെയും പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് പാറയുടെ മുകളിലാണ് ഈ ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിന്റെ മുകളിൽ അതിവിശാലമായ പാറപ്പുറത്താണ് അപ്പോൾ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇപ്പോൾ സമയം രാവിലെ 7 മണി കഴിഞ്ഞു. ഇപ്പം ഈ പാറയുടെ പുറത്ത് നിന്ന്, പാറയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അതേ താഴെ തൊടുപുഴ പട്ടണം, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഒരു സമയത്ത് നമ്മൾ ഇവിടെ വന്നാല് നമ്മൾ അമ്പലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു തണുത്ത കാറ്റാണ് കേട്ടോ, ചൂടൊന്നുമില്ല. അപ്പോൾ ഈ മഞ്ഞിനാൽ എന്താ പറയാ, മൂടപ്പെട്ടെന്നല്ല, പക്ഷെ ചെറുതായിട്ട് മഞ്ഞിനെ മൂടപ്പെട്ട ഈ തൊടുപുഴയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഈ സ്റ്റെപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ തൊടുപുഴ പട്ടണത്തില് ഒളമറ്റം എന്ന സ്ഥലത്താണ് ഈ ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ മുകളിൽ 500 അടി ഉയരത്തിലാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ മുകളിൽ പാറയിൽ നിന്ന് ഈ തൊടുപുഴയുടെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഈ രാവിലെ ഈ ഒരു സമയമാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ വരാൻ പറ്റിയ സമയം. ഉച്ച സമയത്തൊക്കെ വന്നാൽ നല്ല ചൂടായിരിക്കും. പിന്നെ എപ്പോഴും ഒരു കാറ്റാണ് കേട്ടോ. ഇപ്പോഴാണ് നല്ല തണുത്ത കാറ്റ്, എപ്പോഴും ഒരു കാറ്റാണ്. ഇവിടെ ഒരു ആമ്പൽക്കുളമുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്താണെന്ന് കാണിച്ചു തരാം, പറയുകയും ചെയ്യാം കേട്ടോ. ബാ. ക്ഷേത്രത്തിൻ്റെ ഒരു വശമാണിത്. ഇവിടെ നിന്ന് ഒരുപാട് താഴ്ചയുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാം. നോക്ക്,
ഇവിടെ നമുക്കിങ്ങനെ പാറപ്പുറത്തൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിവിശാലമായ പാറയാണ് കേട്ടോ. عرفاسة يلا الفكر ده ഈ സമയത്ത് വന്നാൽ സൂര്യോദയവും കാണാം. ഉറവപ്പാറയ്ക്ക് ഉറവപ്പാറ എന്ന് പേര് വന്നത് എങ്ങനെയെന്നല്ലേ? ദേ ഉറവപ്പാറ. ഉറവപ്പാറയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ഉറവ് കണ്ടോ, ഇത്രയും വിശാലമായ ഈ പാറയുടെ മുകളില് ഒരിക്കലും പറ്റാത്ത, എപ്പോഴും വെള്ളം കാണുന്ന ഒരു കുളമുണ്ട്, ഒരു ചെറിയ കുളമുണ്ട്. അതാണിത്. ഈ കുളത്തിലെ വെള്ളം ഒരിക്കലും പറ്റില്ല. ഈ ഉറവ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണ് ഉറവപ്പാറ എന്ന് പേര് വന്നത് എന്നാണ് ഒരു ഐതിഹ്യം. അതായത് പഞ്ചപാണ്ഡവന്മാര് ഇവിടെ വനവാസ കാലത്ത് വരികയും ഭീമസേനന്റെ കാൽപാദം കൊണ്ട് കുഴിച്ചെടുത്ത കുളമാണ് ഈ കുളം എന്നാണ് ഐതിഹ്യം. ഈ ഉറവപ്പാറയിൽ വരുന്ന എല്ലാവരുടെയും ഏറ്റവും ഒരു അത്ഭുതമാണ് ഈ ഒരിക്കലും പറ്റാത്ത ഈ ഉറവ, ഈ ഒരു കുളം. കാരണം അത്രയ്ക്ക് അത്ഭുതമാണ് കേട്ടോ ഈ പാറപ്പുറത്ത് ഒരിക്കലും പറ്റാത്ത ഉറവ എന്നത്, ആ ഒരു കുളം എന്നുള്ളത്. ഇനി നമ്മള് മറ്റൊരു ഐതിഹ്യമാണ് കേട്ടോ, അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഈ പാറയിൽ കൂടെ അങ്ങോട്ട് പോകണം കേട്ടോ. ദേ കണ്ടോ, ഈ പാറക്കല്ലുകൾക്ക് ഒരു ഐതിഹ്യമുണ്ട്. പഞ്ചപാണ്ഡവന്മാര് വനവാസ കാലത്ത് ഇവിടെ വരികയും ഇങ്ങനെ 5 കല്ലുകൊണ്ട് അടുപ്പ് കൂട്ടുകയും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തു എന്നൊരു ഐതിഹ്യം കൂടെ ഈ പാറക്കല്ലുകൾക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ പഞ്ചപാണ്ഡവന്മാര് വനവാസ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ച അടുപ്പിന് ഉപയോഗിച്ച 5 പാറക്കല്ലുകളാണ് ഇത്. അപ്പൊ പഞ്ചപാണ്ഡവന്മാരുടെ അടുപ്പ് നമുക്ക് കാണണ്ടേ? ഇത്
ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂജ രാവിലെ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും രാവിലെ പൂജയുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ്. ആർക്കും തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം, എങ്കിലും അറിയില്ലാത്തവരുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങള്. അപ്പൊ തൊടുപുഴയിൽ വരുന്നവര് തീർച്ചയായിട്ടും ഈ ഉറവപ്പാറയിൽ വരികയും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ഈ ക്ഷേത്രത്തില് 500 അടി ഉയരത്തില് പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെ തൊഴുത് പ്രാർത്ഥിച്ചു പോവുകയും ഈ മുകളിൽ നിന്നുകൊണ്ട് ഇത്രയും അടി ഉയരത്തില് 500 അടി ഉയരത്തില് നിന്നുകൊണ്ട് തൊടുപുഴയുടെ ഭംഗി ആസ്വദിക്കുകയും അങ്ങനെ ഈ ഐതിഹ്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലോ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പൊ ശരി. തൊടുപുഴ മൂലമറ്റം റൂട്ടില് റൈറ്റ് സൈഡില് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോണത്. ഇപ്പൊ നമ്മള് ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വഴിക്കടെയാണ് പോണത്. ഇവിടുന്ന് നമ്മള് ഇനി റൈറ്റ് കയറുവാണ് കേട്ടോ. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് ഗിരിനഗർ റോഡ് എന്നും പറഞ്ഞൊരു ആർച്ച് പോലെ ഒരു ഇതൊക്കെ കാണാം. വീതി കുറഞ്ഞ റോഡാണ്. ഒരു ഇത്തിരി കയറ്റമൊക്കെ ആയിട്ടുള്ള ഒരു റോഡാണ്. നമ്മള് വണ്ടിയും കൊണ്ട് വരുമ്പോ ഒരു ഇത്തിരി ശ്രദ്ധിക്കണം, കാരണം റോഡിന് വീതി കുറവാണ്. പിന്നെ ഇത്തിരി കയറ്റവും ഒക്കെ ആയതുകൊണ്ട് ഇത്തിരി വളവും ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്ത് വരാൻ. പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും വീടുകളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇത്തിരി കയറ്റമാണ്. അത്യാവശ്യം നല്ല കയറ്റമുള്ള റോഡാണ് കേട്ടോ. നമ്മള് മുകളിലേക്ക് പോകുന്ന വഴിക്ക് വലത്ത് സൈഡിലെ അടിയിൽ കുറച്ച് താഴ്ചയൊക്കെ ഒരു എന്താ പറയാ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സൈഡൊക്കെ നോക്കി വേണം കേറി പോരാൻ. പിന്നെ ഒരു കുന്നിങ്ങനെ കേറി ഒരു കയറ്റം കേറി വരുമ്പോ പിന്നെ ഇത്തിരി നിരപ്പൊക്കെയാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നേരം മിനുമിനാ വെളുത്ത് വരുന്നേ ഉള്ളൂ. അത്യാവശ്യം വെളിച്ചമൊക്കെ ഉള്ളൂ. റബ്ബർ തോട്ടവും കപ്പയും പ്ലാവും മാവും ഒക്കെ ആയിട്ടുള്ള തോട്ടമാണ് കേട്ടോ. ഇനിയിപ്പോ രണ്ട് സൈഡ് കണ്ടോ, മിനുമിനാ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു ഇത്തിരി കയറ്റമാണ്. വലത് സൈഡിലേക്ക് നല്ല താഴ്ചയുണ്ട് കേട്ടോ. നല്ല താഴ്ചയാണ്. പക്ഷെ ഇവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഒന്ന് കാണാൻ നല്ല രസമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരു ഇത്രയും കൂടി ഉള്ളൂ നമുക്ക് പോവാന്. അപ്പൊ ഇവിടെ നിന്നൊരു വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടോ. ഇവിടെ ഒരു ഇത്തിരി വീതി ഉണ്ട്. വീതി വെച്ചാൽ ഇവിടെ ഒരു പാറ ഉണ്ട്, ഒരു ചെറിയ പാറ. ഇത് കണ്ടോ. അപ്പൊ അവിടെ വണ്ടി ചെറുതായിട്ടൊന്ന് വേറെ വണ്ടികളൊന്നും ഇല്ല. ഈ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഒന്ന് വണ്ടി സൈഡ് ആക്കിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ വ്യൂ ഇറങ്ങി കാണാം കേട്ടോ. ഇത് കണ്ടോ. ഈ രാവിലെ ഈ ഒരു ടൈമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിട്ടിരിക്കുന്ന, ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ എന്താ പറയാ, തിരക്കുകളോ അങ്ങനെയൊന്നും ഇല്ലാണ്ട്, ചൂടും ഒന്നും ഇല്ലാണ്ട് ഈ ഒരു സമയത്ത് എനിക്കിങ്ങനെ യാത്രകൾ പോവാനാട്ടോ ഒരുപാട് ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്.
അല്ലേ ഈ നേരം വെളുത്ത് വരുമ്പോ മരച്ചില്ലകളിലൂടെയുള്ള ആ വെളിച്ചം, ആ പ്രകാശമൊക്കെ കാണുവാൻ അല്ലേ എന്ത് രസമാണ്. ഇപ്പൊ ദേ ഇവിടം വരെ നമ്മൾ ഇവിടെ എത്തി. നമ്മള് ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഇവിടെ പറ്റും കേട്ടോ. കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വണ്ടി കയറി പോകും, അവിടെ പാർക്കിങ്ങിനുള്ള ഇതുണ്ട്. പക്ഷെ നമ്മളിവിടെ വണ്ടി ഇടുവാണ്, ഇവിടെയാണ് വണ്ടി ഇടുന്നത്. അപ്പൊ ആ കാണുന്ന മുകളിലേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇനി കയറി പോണത്. ഇവിടെ നിന്ന് തന്നെ നോക്കി നമുക്ക് കാണാം, ക്ഷേത്രം കാണാവുന്നതാണ്. അപ്പൊ ഇവിടെ അത്യാവശ്യം വണ്ടികൾ മാത്രം പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ഒരു പ്ലേസേ ഉള്ളൂ കേട്ടോ. ഇവിടെയും അത്യാവശ്യം വണ്ടികളൊക്കെ ഇടാൻ പറ്റും.